ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള വനിതാ കമ്മീഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? ദേശീയ വനിതാ കമ്മീഷനായിരുന്നു. ഇന്ന് കേരള വനിതാ കമ്മീഷൻ. ഇനി കേരള വനിതാ കമ്മീഷൻ ആക്ട് 1990 ആരാണ് എഴുതി തയ്യാറാക്കിയത്? അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നത് KR ഗൗരിയമ്മയായിരുന്നു. അപ്പം 1990 എഴുതി കേരള വനിതാ കമ്മീഷൻ നിയമം എഴുതി തയ്യാറാക്കിയത് അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആരായിരുന്നു? KR ഗൗരിയമ്മയാണ്. നിയമം തയ്യാറാക്കാൻ ഗൗരിയമ്മയെ സഹായിച്ചത് ആരാണ്? ജസ്റ്റിസ് VR കൃഷ്ണയ്യരും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റിയുമാണ്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി. 1990 തന്നെ നിയമം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചെങ്കിലും 5 വർഷത്തിന് ശേഷമാണ് നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത്. അങ്ങനെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 95 ഓഗസ്റ്റ് 22. 1995 ഓഗസ്റ്റ് 22. ആരാണ് ഒപ്പുവെച്ച രാഷ്ട്രപതി? ശങ്കർ ദയാൽ ശർമ്മയാണ്. കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 95 ഡിസംബർ 1 നിയമപ്രകാരം കേരളത്തിൽ വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 96 മാർച്ച് 14. അപ്പം കേരളം വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 95 ഡിസംബർ 1. ഇനി നിയമം കേരളത്തിൽ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 96 മാർച്ച് 14. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഓക്കെ, അതായത് നിയമം വഴി സ്ഥാപിതമായിട്ടുള്ളതൊക്കെ ഒരു സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം. അപ്പം നിയമം വഴിയാണ് ഇത് സ്ഥാപിതമായത്. ഇതിൻ്റെ ആസ്ഥാനം പട്ടമാണ്. ഇത് ചോദിച്ചാണ്. പട്ടം തിരുവനന്തപുരമാണ്. ഓക്കെ, PSCയുടെ ആസ്ഥാനം എവിടെയാണ്? പട്ടം തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ കേരള വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. ഇവർക്കൊരു പ്രസിദ്ധീകരണമുണ്ട്, സ്ത്രീ ശക്തി എന്നാണ്. സ്ത്രീ ശക്തി. അടുത്തത് കമ്മീഷനിലെ ഘടനകളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. കമ്മീഷനും അംഗങ്ങളും. കേരള വനിതാ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? 5 അംഗങ്ങളാണ്. അതായത് ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഉള്ളത്. ഇനി അതായത് ഒരു ചെയർപേഴ്സൺ 4 കൂടാത്ത അംഗങ്ങൾ ഇല്ലേ? അതായത് ഒരു ചെയർപേഴ്സൺ 4 കൂടാത്ത അംഗങ്ങളാണ് മാക്സിമം. അതായത് 5 അംഗങ്ങളാണ് ഉള്ളത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തി പരിജ്ഞാനമുള്ളതും അത്തരം വിഷയങ്ങളിൽ സമഗ്രമായ അറിവുള്ളതുമായ ഒരു വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ. അപ്പം സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിൽ ഇടപെടൽ നടത്തി പരിജ്ഞാനമുള്ള അത്തരം വിഷയങ്ങളിൽ സമഗ്രമായ അറിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ. സ്ത്രീകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും പ്രോത്സാഹിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് മതിയായ അറിവോ പരിചയമോ ഉള്ളവരെ അവ കൈകാര്യം ചെയ്യുന്നതിൽ പ്രാഗൽഭ്യം ഉള്ളവരും ആയിരിക്കണം അംഗങ്ങൾ. ഇനി അംഗങ്ങളിൽ ഒരാൾ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ പെടുന്ന വനിതയായിരിക്കണം കേട്ടോ. ഈ 4 അംഗങ്ങളിൽ ഒരാൾ എന്തായിരിക്കണം? പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട വനിതയായിരിക്കണം. അത് മസ്റ്റാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും ഒരു ഡയറക്ടറും ഉണ്ടായിരിക്കും, കമ്മീഷനിലുണ്ടായിരിക്കും. അപ്പോൾ ഈ ടോട്ടൽ 5 മെമ്പേഴ്സ് കൂടാതെ ആരുണ്ട്? ഒരു മെമ്പർ സെക്രട്ടറിയും ഒരു ഡയറക്ടറും ഉണ്ട്. പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ, അത് നമുക്കറിയാം. പ്രധാന എക്സിക്യൂട്ടീവ് ആർക്കാണ്? അത് മെമ്പർ സെക്രട്ടറിയാണ് കേട്ടോ. കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മെമ്പർ സെക്രട്ടറിയാണ്. ഓക്കെ, കേരള വനിതാ കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർപേഴ്സണെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ്. ഇപ്പോൾ ഗവർണറിന് എഴുതി വെക്കല് നീക്കം ചെയ്യുന്നതും ആരാണ്? നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. ഓക്കെ, ഇനി സെക്രട്ടറി ഒഴികെ കമ്മീഷൻ്റെ കാലാവധി 5 വർഷമാണ്. മെമ്പർ സെക്രട്ടറിക്ക് സർക്കാർ അനുമതി ഉള്ളിടത്തോളം കാലം ഈ പദവി വഹിക്കാം കേട്ടോ. അപ്പോൾ സെക്രട്ടറി ഒഴികെ ഈ കമ്മീഷൻ്റെ കാലാവധി വെച്ചാൽ 5 വർഷം. അപ്പോൾ 5 അംഗങ്ങൾ 5 വർഷമാണ് കാലാവധിയും. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. കമ്മീഷനിലെ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് അവരെ നിയമിച്ച സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആർക്കാണ്? സംസ്ഥാന സർക്കാരാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിനാണ് പ്രയോജനം. ഓക്കെ, അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് എന്ത് ചെയ്യും? നിയമസഭയിൽ സമർപ്പിക്കണം. ഈ കുറച്ച് വസ്തുതകളാണ്. കേരളത്തിലെ ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷ സുഗതകുമാരിയാണ്. ആദ്യത്തെ സുഗതകുമാരി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നതാണ്. ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സുഗതകുമാരി. രണ്ടാമത്തത് ശ്രീദേവി. ഓക്കെ, 2 തവണ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വഹിച്ചതാണ് ശ്രീദേവി. ഇതുവരെ കേരള വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണായി
അനുഷ്ഠിച്ചിട്ടുള്ളവരാണ് സുഗതകുമാരി, ഡി ശ്രീദേവി, എം കമലം, KC റോസക്കുട്ടി, MC ജോസഫൈൻ, പിന്നെ നിലവിൽ P സതീദേവി. അപ്പോൾ ഓർത്തോ, സുഗതകുമാരി, ഡി ശ്രീദേവി, എം കമലം, KC റോസക്കുട്ടി, MC ജോസഫൈൻ, P ശ്രീദേവി. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഇനി അടുത്ത കുറച്ച് അധികാരങ്ങൾ, സെക്ഷൻസ് ഒന്ന് പഠിക്കാം. ജസ്റ്റ് ഒന്ന് അത് വായിച്ചു വിടാം. അത്രയ്ക്ക് വലിയതായിട്ട് ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. അധികാരങ്ങൾ. സെക്ഷൻ 15 പ്രകാരം കമ്മീഷന് ചില വിഷയങ്ങളിൽ ഒരു സിവിൽ കോടതിയുടെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. ഏതൊരു വ്യക്തിയെ വിളിച്ചു വരുത്തി കമ്മീഷന് മുന്നിൽ ഹാജരാകാനും വിശദീകരണം തേടാനുള്ള അധികാരമുണ്ട്. ഏത് രേഖയും കണ്ടെത്താനും ഹാജരാക്കാനും ആവശ്യപ്പെടാനുമുള്ള അധികാരം, സാക്ഷികളുടെ വിസ്താരത്തിനുള്ള അധികാരവും ഉണ്ട്. അപ്പം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള വനിതാ കമ്മീഷനെ പറ്റി ഉള്ള എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞ് ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. അടുത്തുള്ള എക്സാമിനൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.